കേന്ദ്ര സർക്കാരിനെതിരായി ഒരുമിച്ച് സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ ക്ഷണിച്ച മുഖ്യമന്ത്രി സംസ്ഥാനം നേരിടുന്ന പൊതുപ്രശ്നങ്ങളിൽ ഒരുമിച്ച് പോരാടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം യുഡിഎഫിൽ ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്ന പ്രതിപക്ഷ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ധൂർത്തും പാഴ്ചിലവുകളും നികുതി പിരിവിലെ അനാസ്ഥയുമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സാമ്പത്തികമായും ഭരണപരമായും ഞെരുക്കുന്ന കേന്ദ്ര സമീപനം ചർച്ച ചെയ്യാൻ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ വെച്ചാണ് സമരത്തിന് ഒപ്പം ചേരാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരപരിപാടിയിലേക്കായിരുന്നു ക്ഷണം. നാടിനെ ബാധിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഏതായാലും അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ നല്ലത്. ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ യോജിച്ച സമരമെന്ന ചൂണ്ടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും കൊത്തിയില്ല. മുന്നണിയിൽ ചർച്ച ചെയ്ത് പ്രതികരണം അറിയിക്കാമെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDF-ലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളുമായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. രാഷ്ട്രീയമായ ഒരു വശമുണ്ട് അതിന്, പിന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വശമുണ്ട്. ഇത് രണ്ടും കൂടി UDF-ലെ നേതാക്കന്മാരും അതാത് പാർട്ടി, എനിക്ക് കോൺഗ്രസ്സിൽ മറ്റ് നേതാക്കളുമായിട്ട് ആലോചിക്കണം, ഘടകകക്ഷികൾക്ക് അവരുടെ നേതാക്കളുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുമായിട്ട് ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം അതിനോട് യോജിച്ചില്ല. കേന്ദ്രത്തിന്റെ അവഗണനയും തെറ്റായ സമീപനങ്ങളും വസ്തുതയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം അതുമാത്രമല്ല. സർക്കാരിന്റെ ധൂർത്ത്, ദുർവ്യയം, നികുതി പിരിവിലെ അനാസ്ഥ എന്നിവയാണ് പണഞ്ഞെരുക്കത്തിന് കാരണം. മദ്യം, സ്വർണം എന്നീ മേഖലകളിലെ നികുതി പിരിവിൽ വീഴ്ചയുണ്ടെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സമരനീക്കത്തോട് യോജിച്ചാൽ രാഷ്ട്രീയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പ്രതിപക്ഷം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.